മണിയാർ വൈദ്യുത കരാറിൽ വൈദ്യുത മന്ത്രിയെ നിയമസഭയിൽ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിഒടി കാലാവധി കഴിഞ്ഞ പദ്ധതിയുടെ കരാർ പുതുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു തിരുത്ത്. പദ്ധതി തിരിച്ചെടുക്കാൻ കമ്പനിക്ക് കെഎസ്ഇബി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പണം ഈടാക്കാനുള്ള കെഎസ്ഇബി തീരുമാനവും ഇതോടെ പ്രതിസന്ധിയിലായി. 30 വർഷത്തെ ബിഒടി കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബറാണ്ടം കമ്പനിക്കിനെ പദ്ധതിയിൽ അവകാശമില്ലെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ നിലപാട്. വകുപ്പ് തല നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്നും മന്ത്രി തുറന്നു പറഞ്ഞു. ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചു വരികയാണ്. കെഎസ്ഇബിഎല്ലിന് ദോഷകരമാകത്തതും വ്യവസായ അന്തരീക്ഷത്തിന് ഗുണകരമാകുന്നതുമായ തീരുമാനമെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബറാണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനാണ് കെഎസ്ഇബിയുടെ തീരുമാനം. അടുത്ത മാസം മുതൽ ബിൽ നൽകും. ഇത് നിലനിൽക്കെയാണ് സർക്കാർ നയം അതല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പോ വൈദ്യുതി വകുപ്പോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ക്യാപ്റ്റീവ് ജനറേഷൻ തുറന്നു പോകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പൊതുവായ നയം. അതിലൊരു തർക്കവും ആ കാര്യത്തിലില്ല. 12ഓളം ജലവൈദ്യുത കരാറിനെ ദോഷകരമായി ബാധിക്കുന്ന തലതിരിഞ്ഞ തീരുമാനമാണിതെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കരാറിനടക്കം ഈ തീരുമാനം തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 തിരുവനന്തപുരം.